മനസ്സിളകുമ്പോൾ വയറിളകുന്ന അവസ്ഥ. അതെന്താ ഡോക്ടറെ അങ്ങനെ പറയാൻ കാരണം? IBS എന്ന രോഗം അനുഭവിക്കുന്നവർ പലപ്പോഴും ഈ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരാണ്. ഞാൻ വിശദീകരിക്കാം. മനസ്സിളകുക എന്ന് പറഞ്ഞാൽ മാനസിക സമ്മർദ്ദം ഏറുമ്പോൾ, മെന്റൽ സ്ട്രെസ് അധികമായി വരുമ്പോൾ കൂടെ വയറ്റിൽ നിന്ന് പോകേണ്ടി വരിക, അതുപോലെ വയറ്റിൽ നിന്ന് വളരെ ലൂസായിട്ട് പോകുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിളകുമ്പോൾ വയറിളകുന്ന അവസ്ഥ. ഭൂരിഭാഗം IBS എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിലും ഈ ഒരു രോഗലക്ഷണം കണ്ടുവരാറുണ്ട്. എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ്, ഏതെങ്കിലും ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് മുമ്പ്, ഇന്റർവ്യൂവിനൊക്കെ പോകുന്നതിന് മുമ്പ് കൂടെ വയറ്റിൽ നിന്ന് പോകണം തോന്നുക, വളരെ ലൂസായിട്ട് വയറ്റിൽ നിന്ന് പോകുക, വളരെ സ്ട്രെസ് വരിക. അതുകൊണ്ട് തന്നെ ജോലിയിൽ ശരിയായ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പുറത്തു പോകുവാൻ കഴിയുന്നില്ല, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന IBS രോഗികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിളക്കുന്ന, നമ്മുടെ മനസ്സിന് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും മാനസിക സമ്മർദ്ദം കൂട്ടുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ എവിടെയും യാത്ര പോകേണ്ട, മറ്റു കാര്യങ്ങൾക്കൊന്നും ചെയ്യേണ്ടതല്ല. മറ്റ് കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ചില സ്ഥലങ്ങളിൽ പോകുന്നത്, ചില ആൾക്കാരോട് സംസാരിക്കുന്നത്, ചില ആൾക്കാരോട് സമ്പർക്കം പുലർത്തുന്നതൊക്കെ നമുക്ക് വളരെ സ്ട്രെസ് കൂട്ടുന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിനെ ഇളക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ IBS രോഗം മാറ്റാനായിട്ട് തടസ്സമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ IBS രോഗത്തിന് എന്ത് മരുന്നോ ചികിത്സ എടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മെന്റൽ കംഫേർട്ട് അഥവാ ഒരു മാനസിക സമാധാനം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമാണ് ഈ IBS എന്ന് പറയുന്ന രോഗം പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ. ഇത് എല്ലാവരിലും അങ്ങനെയാണെന്നല്ല, പക്ഷേ ഭൂരിഭാഗം ആൾക്കാരിലും മാനസിക സമ്മർദ്ദം ഏറുമ്പോൾ IBSന്റെ രോഗലക്ഷണങ്ങൾ കൂടാനായിട്ട് പൊതുവെ ടെൻഡൻസി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക.